ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സൊക്കെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സാണ്. നിങ്ങൾക്ക് മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിന് മെയിനായിട്ട് 3 കാറ്റഗറീസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജ്, സെക്കൻഡ് വൺ ഈസ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആൻഡ് തേർഡ് ഈസ് അതർ മെഷേഴ്സ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്? മീൻ, മീഡിയം, മോഡ്. അതാണ് മെയിനായിട്ട് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത്. അപ്പോൾ എന്താണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേഷൻ ഓഫ് സെൻറ്റർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാല്യൂസ്. അതായത് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെൻറ്റർ, വാല്യൂവിൻ്റെ സെൻറ്റ്, നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിലുള്ള വാല്യൂസിൻ്റെ സെൻറ്റർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. There are different types of estimates of central tendency such as mean, medium, mode, geometric mean and harmonic mean. These are the main categories of measures of central tendency. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള വാല്യൂസിൻ്റെ സെൻറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ്? മീൻ, മീഡിയം ആൻഡ് മോഡ്. അപ്പം ഇനി ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മീൻ. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വാല്യൂ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ഓൾ ഐറ്റംസ് ബൈ ഡിവൈഡിങ് ദിസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ദ ഐറ്റം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾക്ക് ഒരുപാട് ഡാറ്റാസ് അല്ലെങ്കിൽ വാല്യൂസ് നമ്മൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഈ വാല്യൂസിൻ്റെ എല്ലാം ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് ടോട്ടൽ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് മീൻ. അപ്പോൾ നമ്മളിത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ദാറ്റ് മീൻസ് സിഗ്മ എക്സ് മീൻസ് ടോട്ടൽ നമ്പർ ആൻഡ് ഡിവൈഡ് ബൈ എൻ മീൻസ് ടോട്ടൽ നമ്പേഴ്സ്. അപ്പോൾ അതാണ് മീൻ എന്ന് പറയുന്നത്. അപ്പം മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തിട്ട് അതിന് ടോട്ടൽ നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസറാണ് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ നിങ്ങൾ +2 മുതൽ പ്രോബ്ലംസ് ചെയ്ത് പോയിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇതിങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മീഡിയം. മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മിഡിൽ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ മിഡിൽ വാല്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ പറയുന്നതാണ് മീഡിയം എന്ന്. അപ്പോൾ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ ഈസ് ദ മിഡിൽ വാല്യൂ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ വെൻ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡർ. മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ മിഡിൽ വാല്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം മീഡിയം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ നമ്മളത് ഡിസെൻഡിങ് ഓർഡറിൽ ആദ്യം തന്നെ അറേഞ്ച് ചെയ്തിരിക്കണം. എന്നിട്ടായിരിക്കണം നമ്മൾ മീഡിയം കണ്ടുപിടിക്കുന്നത്. അപ്പം മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ ട്രൂത്ത് ഐറ്റം. ഇതാണ് നമ്മുടെ മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് സൈസ് ഓഫ് ദ n+1 മീൻസ് നമ്മുടെ ടോട്ടൽ നമ്പർ +1 ഡിവൈഡഡ് ബൈ ട്രൂത്ത് ഐറ്റം. ഇതാണ് നമ്മുടെ മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് നമ്മുടെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന തേർഡ് കാറ്റഗറിയാണ് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഐറ്റം ഓഫ് ദ സീരീസ്. ദാറ്റ് മീൻസ് നമുക്ക് കുറേ ഡാറ്റാസ് അല്ലെങ്കിൽ കുറേ ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കൗണ്ട് വരുന്നത് അതിനെ പറയുന്നതാണ് മോഡ്. അതായത് കോമൺ ഐറ്റം നമ്മൾക്ക് തന്നിരിക്കുന്ന സീരീസിൽ കോമൺ ആയിട്ട് വരുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൗണ്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ എണ്ണം ഏത് സംഖ്യയാണോ വരുന്നത് അതിനെയാണ് നമ്മൾ മോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ജോമെട്രിക് മീൻ ഓഫ് ദ n പോസിറ്റീവ് ഈസ് ദ n റൂട്ട് ഓഫ് ദെയർ പ്രൊഡക്ട്സ്. അതായത് ജോമെട്രിക് മീൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? nth റൂട്ട് ഓഫ് പ്രൊഡക്ട്സ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റത്തിൻ്റെ nth റൂട്ട് അത് കണ്ടുപിടിക്കുന്നതാണ് ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ nth റൂട്ട് ഓഫ് പ്രൊഡക്റ്റ്. ദാറ്റ് മീൻസ് n മീൻസ് ടോട്ടൽ നമ്പർ. റൂട്ടിൽ വരുന്നത് എന്താണ്? x1 x2 x3 ഈക്വൽ ടു x1 വരെയും വരും, xn വരെയും വരും. അതാണ് നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. nth റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ജോമെട്രിക് മീനിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു
special type of problems. It is reciprocal of values of the various items in the variables. അതായത് സ്പെസിഫിക് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഹാർമോണിക് മീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ വാല്യൂ ഓഫ് വാരിയസ് ഐറ്റം ഇൻ ദ വേരിയബിൾ. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കുന്നത്. ഹാർമോണിക് മീൻ കാണുന്നുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഡിവൈഡഡ് ബൈ 1/x1 പ്ലസ് 1/x2 പ്ലസ് 1/x3 എക്സിട്ര 1/x n വരെയുള്ളതാണ് നമ്മൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നത്. n മീൻസ് ടോട്ടൽ നമ്പേഴ്സ്, 1/x മീൻസ് ഫസ്റ്റ് നമ്പർ, 1/x2 മീൻസ് സെക്കൻഡ് നമ്പർ. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് n ഡിവൈഡഡ് ബൈ 1/x1 1/x2 കണ്ടുപിടിക്കുന്നതാണ് ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻസ് ആർ obtained by considering the weight or relative importance of the different item. അതായത് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ നമ്മൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് വെയ്റ്റും അതേപോലെ തന്നെ അതിൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ്, അതായത് ഡിഫറെൻറ്റ് ഐറ്റത്തിൻ്റെ വെയ്റ്റൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ നമ്മൾ നോക്കുന്നത്. വെയ്റ്റഡ് അരിത്തമെറ്റിക് മീനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ WX ഡിവൈഡഡ് ബൈ W. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ നോക്കി. ഇനി നമ്മൾ സെക്കൻഡ് കാറ്റഗറീസ് നോക്കുന്നതാണ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ. ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ സ്പ്രെഡ് ഓഫ് ദ വാല്യൂസ് അറൗണ്ട് ദ സെൻട്രൽ ടെൻഡൻസി. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ടെൻഡൻസിയിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നതാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന 2 കാറ്റഗറീസാണ് റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കമ്പയർ ദ വാരിയബിലിറ്റി ഇൻ 2 സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. അതായത് റേഞ്ച് ആയാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിലുള്ള ഇതിൻ്റെ വാരിയബിലിറ്റി കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ റേഞ്ച് ആയാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയാലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെഷർ ഓഫ് ഡിസ്പേഴ്സണിൽ മെയിനായിട്ട് വരുന്നത് റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു സ്പ്രെഡ് ഓഫ് ദ വാല്യൂ അറൗണ്ട് ദ സെൻട്രൽ ടെൻഡൻസി ആണ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് 2 കാറ്റഗറീസ് ആണ് വരുന്നത്, ഡിസ്പേഴ്സൺ, റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നെക്സ്റ്റ് നമുക്ക് പറയാം ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് തമ്മിലുള്ള വാരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ നോക്കാൻ പോകുന്നത് റേഞ്ച് എന്താണെന്നാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? Range is the simplest measure of dispersion. It measures the depends upon the extreme items and not on all items. അതായത് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പേഴ്സലിലെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇറ്റ് മെഷേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്ട്രീം ഐറ്റം ആൻഡ് നോട്ട് ഓൺലി ഓൾ ഐറ്റം. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി നോക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ഐറ്റത്തിനെ ആയിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലാണ്ട് എല്ലാ ഐറ്റത്തിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. വി ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺലി എക്സ്ട്രീം ഐറ്റംസ്. അതാണ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഐറ്റംസ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും നമ്മുടെ ഡിസ്ട്രിബ്യൂഷനുള്ള എല്ലാ ഐറ്റത്തിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും മീൻ ഡീവിയേഷൻ ഇരിക്കുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രീം ഐറ്റത്തിനെ ആയിരിക്കും. ഇൻ കേസ് ഓഫ് മീൻ ഡീവിയേഷൻ ആണെങ്കിൽ ഇറ്റ് കൺസിഡർ ഓൾ ഐറ്റംസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The positive square root of arithmetic mean of the square of the deviation of given the observation from their arithmetic mean. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിത്തമെറ്റിക് മീനിൻ്റെ പോസിറ്റീവ് റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന്. അതേപോലെ നമ്മൾ ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അരിത്തമെറ്റിക് മീനിൻ്റെ ബേസിസിലായിരിക്കും. ഇനി നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് കോഎഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കോഎഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ ദ അരിത്തമെറ്റിക് ആവറേജ് ഓഫ് ദ സീരീസ് വിൽ ബി ഗെറ്റ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത്
നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് ആവറേജ് അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് ആവറേജ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് അതായത് അതേഴ്സിൽ വരുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെക്സ് നമ്പർ ഈസ് ആൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ചേഞ്ചസ് ഇൻ ദ റെപ്രസെൻറ്റേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഡാറ്റ പോയിൻറ്റ്സ് ഇൻ ആർ ഡിസൈൻ ടു മെഷർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്കണോമിക് ചേഞ്ചസ് ഓവർ ദ ടൈം. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാഗ്നിറ്റ്യൂഡിൽ വരുന്ന എക്കണോമിക് ചേഞ്ചസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഗ്രൂപ്പ്സ് അതായത് ഇൻഡിവിജ്വൽ ഡാറ്റ പോയിൻറ്റിലെ റെപ്രസെൻറ്റേറ്റീവ് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ടു മെഷർ ദ ചേഞ്ചസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഗ്രൂപ്പ് അതായത് റെപ്രസെൻറ്റേറ്റീവ് ഗ്രൂപ്പ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ മെയിൻലി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ചേഞ്ചസിൽ ഇൻഡിവിജ്വൽ ചേഞ്ചസിലും അതേപോലെ തന്നെ എക്കണോമിക് ചേഞ്ചസിലൊക്കെ വരുന്ന ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അപ്പം 3 കാറ്റഗറീസാണ് നമ്മൾ പറഞ്ഞത്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആൻഡ് അതർ മെത്തേഡ്സ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ മീൻ, മീഡിയം, മോഡ്, ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ മെഷർ ഓഫ് ഡിസ്പേഴ്സണിൽ നമ്മൾ റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതർ മെത്തേഡ്സിൽ വരുന്ന ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് നോർമലി എക്സാമിന് വരാറില്ല, തിയറി പേപ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ മീനിങ് പഠിച്ചു വയ്ക്കുക എന്താണെന്നുള്ളത് കേട്ടോ. പ്രോബ്ലം ബേസ് നമുക്ക് വരാറില്ല നോർമലി. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഹൈപ്പോതെസിസ് എന്താണെന്നുള്ളത് എടുക്കാം. ഒരു 1-2 ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ 4th മോഡ്യൂൾ കഴിയും കേട്ടോ.